എന്റെ ചരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്താതെ ഒരാളെ മുമ്പിലും എന്റെ ഔറത്ത് വെളിവാക്കാതെ നടന്ന എന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റി പട്ടാളക്കാരി എന്റെ ഗുഹ്യസ്ഥാനം കാണുന്നു. അതിലേക്ക് ഒരു ചുട്ടുപൊളിത്ത കമ്പിയാണ് അടിച്ചു കയറ്റിയത്. ആ വേദന പടച്ചറപ്പ് മഹദിക്ക് കൊടുക്കാതിരിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ആസിയാ ബീവി, ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് പകരം നാളെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു കല്യാണമുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹിയും നിങ്ങളുമായുള്ള വിവാഹമാണ്. هي طابة وطابة نعيمها ونعيمها باق وليس بفاني. ഈ നശ്വരമായ ദുനിയാവിന് പകരം എല്ലാ സമയത്തും സന്തോഷിക്കുന്ന ഇടമായ സ്വർഗം. ആ സ്വർഗത്തിൽ തലവേദനയില്ല, പല്ലുവേദനയില്ല, മുട്ടുവേദനയില്ല, ഊരവേദനയില്ല, ഒരു കംപ്ലൈന്റുകൾ വരാത്ത സ്വർഗം. ആ സ്വർഗത്തിനെ കണ്ടുകൊണ്ട് മഹദിയായ ആസിയാ ബീവി ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവളെ ഭർത്താവായ ഫിർഔന്റെ ദുനിയാവിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പ് ലഅനത്താക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാലും ആ ഫിർഔനിക്കൊരു ബഹുമാനമുണ്ടായിരുന്നു. എന്താണ് ഫിർഔനിക്കുള്ള ബഹുമാനം? ഫിർഔന് താടി പറ്റലില്ല. താടിയെ ഫിർഔന് നന്നായി വളർത്തിയിരുന്നുകൊണ്ട് രണ്ടാമത് ഭക്ഷണത്തിനെ അവൻ കുറ്റം പറയുകയോ ഭക്ഷണം നാശാക്കുകയോ ചെയ്യലില്ല. ഭക്ഷണത്തെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. അപ്പൊ ബഹുമാനവും ആദരവും എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമായി വേണ്ടതാണ്. അർഹമുർ-റഹീമായ റബ്ബ് കഅബയെ ബഹുമാനിക്കാനും ആദരിക്കാനും ഖുർആനിനെ ബഹുമാനിക്കാനും ആദരിക്കാനും മുത്തുനബി തങ്ങൾ നടന്നുപോയ ഈ മണ്ണിനെ ആദരിക്കാനും ബഹുമാനിക്കാനും സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ, നിങ്ങൾ നാട്ടിൽ നിന്ന് 85,000 88,000 കൊടുത്ത് ഉംറക്ക് വന്നു. ജീവിതത്തിൽ ഒരു ഉംറേ നിർബന്ധമുള്ളൂ. ജീവിതത്തിൽ ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ. പിന്നെ ചെയ്യുന്നതെല്ലാം സുന്നത്തായ ഉംറയും സുന്നത്തായ ഹജ്ജുമാണ്. ഈ സുന്നത്തായ ഉംറയ്ക്ക് വേണ്ടി ഒരു ഫർളായ നിസ്കാരം ഖളായി പോയാൽ നിങ്ങൾ 25 കൊല്ലം വന്ന് ഉംറ ചെയ്താലും ആ ഒരു ഫർളിന്റെ സ്ഥാനത്തേക്ക് കടപിടിക്കുകയില്ല. സഅൽതു സമാനി അറാക ഖീമാ وكنت ولودا لرجال قديما فقال لي أني قد كبرت وقد تنا رحيل إلى الأخرى وكنت سقيما. ഇർഷാദുൽ യാഫി എന്ന് പറയുന്ന അബ്ദുല്ലാഹി യാഫിയുടെ കിതാബുണ്ട്. 293 പേജാണ്. അതിന്റെ 13ാമത്തെ പേജിൽ മഹാൻ പറഞ്ഞു, സഅൽതു സമാനി അറഹക ഖീമാ. ഞാൻ എന്റെ കാലത്തോട് ചോദിച്ചു, അല്ല കാലമേ, എന്താണ് ജനങ്ങൾ മുഴുവനും വടക്കായി പോയത്? എല്ലാ ആണുങ്ങളും മൊബൈലിൽ, എല്ലാ പെണ്ണുങ്ങളും വാട്സപ്പില്, സ്വന്തം ഭാര്യയും ഭർത്താവും ഒരു റൂമിലൊരു ബെഡിൽ കിടക്കുമ്പോ രാത്രി 11 മണിക്ക് പെണ്ണുങ്ങൾ വാട്സപ്പില്, പുതിയാപ്പള അപ്പുറത്ത് വാട്സപ്പിൽ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. എന്നിട്ട് മൊബൈലിൽ ഈ